ഈ മൂല്യങ്ങളൊക്കെ ഇനി ഉയർത്തിപ്പിടിക്കാൻ ഈ ലോകത്ത് ക്രിസ്ത്യാനിറ്റി വരില്ല. ഞാൻ അവരെ കൊച്ചാക്കാൻ പറയല്ല, അവർക്ക് അത്രയും തൻ്റെ ഇടം ഇല്ലാതായിപ്പോയി. തൻ്റെ ഇടമില്ലെന്ന് താങ്കൾ പറഞ്ഞാൽ മതിയോ? തൻ്റെ ഇടമില്ലെന്ന്. തൻ്റെ ഇടമുണ്ട്. വിശുദ്ധ ബൈബിൾ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവ ഗ്രന്ഥമാണെന്ന് കാണിച്ചു തരാനുള്ള തൻ്റെ ഇടമുണ്ട്. ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ദൈവിക വചനങ്ങളിൽ അതിൻ്റെ ധാർമ്മികത എന്നും ഉയർന്നു നിൽക്കുന്നു. ഒരു അല്പം പോലും അതിന് വിള്ളൽ സംഭവിച്ചിട്ടില്ല. ഒരു സ്ത്രീയുടെ സ്ഥാനം എന്താണ്? കഴുതയ്ക്കും നായയ്ക്കും ഒപ്പമാണ് ഒരു സ്ത്രീയുടെ സ്ഥാനം. ഇവരുടെ അടുത്ത ഒരു ഹദീസിൽ പറയുന്നത് ഒരു സ്ത്രീയുടെ സ്ഥാനം എന്ന് പറയുന്നത് കഴുതയ്ക്കും നായയുടെയും അടുത്തേ ഉള്ളൂ. കഴുതയും നായയും പോലെ സ്ത്രീയെ കൊണ്ട് നടന്നോളാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം ക്രിസ്ത്യാനിറ്റിയെയും കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചു തന്ന ധാർമ്മിക മൂല്യങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. ഈ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഇനി ക്രിസ്ത്യാനിറ്റി വരില്ല, അവർക്ക് അതിനുള്ള തൻ്റെ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വ്യക്തി വെല്ലുവിളിക്കുന്നത്. ഈ മൂല്യങ്ങളൊക്കെ ഇനി ഉയർത്തിപ്പിടിക്കാൻ ഈ ലോകത്ത് ക്രിസ്ത്യാനിറ്റി വരില്ല. ഞാൻ അവരെ കൊച്ചാക്കാൻ പറയല്ല, അവർക്ക് അത്രയും തൻ്റെ ഇടം ഇല്ലാതായിപ്പോയി. ഹൈന്ദവ വേദങ്ങളുടെ വക്താക്കളാന്ന് പറയുന്ന ഹൈന്ദവർ ഇനി വരില്ല, അവർക്കിനി അതിനുള്ള തൻ്റെ ഇടം ഇല്ല. കാരണം അവരെപ്പോഴേ പലതിലും സറണ്ടറായി കഴിഞ്ഞിരുന്നു. ഇത് അരുതെന്ന് പറയാൻ ധാർമ്മികതയുടെ മുഴുവൻ തൻ്റെ ഇടമില്ലെന്ന് താങ്കൾ പറഞ്ഞാൽ മതിയോ? തൻ്റെ ഇടമില്ലെന്ന്. തൻ്റെ ഇടമുണ്ട്. വിശുദ്ധ ബൈബിൾ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവ ഗ്രന്ഥമാണെന്ന് കാണിച്ചു തരാനുള്ള തൻ്റെ ഇടമുണ്ട്. ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ദൈവിക വചനങ്ങളിൽ അതിൻ്റെ ധാർമ്മികത എന്നും ഉയർന്നു നിൽക്കുന്നു. ഒരു അല്പം പോലും അതിന് വിള്ളൽ സംഭവിച്ചിട്ടില്ല. ധാർമ്മിക മൂല്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് ഇപ്പോഴല്ല, പണ്ട് മുതലേ, ആദിമ കാലത്ത് മോശയുടെ കാലഘട്ടങ്ങൾക്ക് മുതലേ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ കാലഘട്ടം മുതലേ ധാർമ്മിക മൂല്യങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് ശക്തമായി വില കൊടുക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. ആ വിശുദ്ധ ബൈബിളിനെ വെല്ലുവിളിക്കുകയാണ് ഈ മാന്യ വ്യക്തി. ഇദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ തൻ്റെ ഇടമുള്ളവരില്ല, ധാർമ്മികത ഉള്ളതില്ല, ഹിന്ദുക്കളിലും ഇല്ല, പിന്നെ ആകെ ഉള്ളത് ഇസ്ലാമിലാണ്. ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ഇസ്ലാമാണ്. അങ്ങനെ ഇവർ തങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന കാഴ്ചക്കാരെ അല്ലെങ്കിൽ യൂട്യൂബുകളിൽ സോഷ്യൽ മീഡിയകളിൽ ഇറക്കി ലോക ജനതകളെ വഞ്ചിക്കാൻ ശ്രമിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന ധാർമ്മികത എന്താണ് എന്ന് കാണിച്ചു തരേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്. അവർ അത് കാണിച്ചു തരും. ബൈബിൾ പഠിപ്പിക്കുന്ന ധാർമ്മികത എന്താണെന്നുള്ളത് പഠിപ്പിച്ചു തരും. അനേക ദൈവദാസന്മാർ ഇറക്കിയ ശക്തമായ ക്ലാസുകൾ യൂട്യൂബുകളിൽ കിടപ്പുണ്ട്. എന്നാൽ ഈ മാന്യദേഹം പറയുന്ന ധാർമ്മികത എന്താണ് എന്ന് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില ആയത്തുകളും അവരുടെ ഹദീസുകളിലും നിന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. രണ്ടും പറഞ്ഞു തരുമ്പോൾ കേൾക്കുന്ന നിങ്ങൾ തീരുമാനമെടുക്കുക. കേൾവിക്കാരായിരിക്കുന്ന എൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾ തീരുമാനമെടുക്കുക. ഏതിലാണ് ധാർമ്മികത ഉള്ളതെന്ന്, ഏത് ഗ്രന്ഥങ്ങളിലാണ് അല്ലെങ്കിൽ ഏത് വേദഗ്രന്ഥത്തിലാണ് ധാർമ്മിക മൂല്യമുള്ളതെന്നും ആരുടെ ശിഷ്യരിലാണ് ഇന്നും ഈ ധാർമ്മിക മൂല്യങ്ങൾ ഉള്ളതെന്നും കേൾക്കുന്ന സഹോദരങ്ങൾ തീരുമാനമെടുക്കുക. ക്രിസ്ത്യാനിറ്റിയെ തരം താഴ്ത്തി കാണിക്കുന്ന ഒത്തിരി സിനിമകളുണ്ട്, ഒത്തിരി കോമഡികൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് സിനിമയിലോ അല്ലെങ്കിൽ ഒരു കോമഡിയിലോ വരുന്ന അധാർമിക ജീവിതം കണ്ടിട്ട് അതാണ് യേശുക്രിസ്തു പഠിപ്പിച്ച ക്രിസ്തു ശിഷ്യരുടെ ജീവിതമെന്ന് ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ളവർ ധരിച്ചെങ്കിൽ തെറ്റിപ്പോയി നിങ്ങൾക്ക്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന സിനിമയോ അവർ കൊണ്ടുവരുന്ന നാടകങ്ങളിലോ ഉള്ളതല്ല ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ, അതായത് പരമോന്നതനായ സർവസ്രഷ്ടാവായ സർവശക്തനായ സർവവ്യാപിയായ യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനം വായിച്ച് പഠിച്ചാൽ ആ വചനഗ്രന്ഥത്തിനകത്തുള്ള ജീവൻ പ്രാപിക്കാൻ ഇടയാകുമ്പോൾ ആ വ്യക്തിക്കാണ് മനസ്സിലാകുന്നത് ഏത് ഗ്രന്ഥത്തിലാണ് ധാർമ്മികത ഉള്ളത് എന്ന്. ആയതുകൊണ്ട് എൻ്റെ പൊന്ന് മതപണ്ഡിത, അങ്ങയുടെ പാണ്ഡിത്യം വളരെ നല്ലതാ, പക്ഷേ അത് ക്രിസ്ത്യാനിറ്റിയെ വെല്ലുവിളിക്കാനാകരുത്, ക്രിസ്തു ശിഷ്യരെ വെല്ലുവിളിക്കാനാകരുത്. വെല്ലുവിളി കേട്ടിട്ട് മാളത്തിനകത്ത് പതുങ്ങിയിരിക്കുന്നവരല്ല ക്രിസ്തു ശിഷ്യർ.
അതറിഞ്ഞുകൊള്ളുക. ബൈബിളിനെതിരെ സംസാരിച്ചാൽ ബൈബിളിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ക്രിസ്തു ശിഷ്യർ അനേകരുണ്ട്. ആയതുകൊണ്ട് വിശുദ്ധ ബൈബിളിലുള്ള ധാർമ്മികത ചൂണ്ടിക്കാണിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. വിശുദ്ധ ബൈബിളിനെ അപമാനിച്ച് അതിൽ ധാർമ്മികത ഇല്ല, നിങ്ങൾ പറയുന്ന കിതാബിലാണ് ധാർമ്മികതയുള്ളതെങ്കിൽ അതിനകത്തുള്ള ധാർമ്മികത എന്താണെന്ന് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ആരംഭിക്കാം അല്ലേ? ഖുർആൻ എന്ന് പറയുന്നത് ഖുറൈശികളുടെ ഗോത്രദൈവമായ അള്ളായുടെ വചനങ്ങളായിട്ടും അതുപോലെ ഹദീസുകൾ മുഹമ്മദിൻ്റെ വചനങ്ങളുമായിട്ടാണ്, അവരുടെ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ വചനങ്ങളുമായിട്ടാണ് പ്രിയ മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിക്കുന്നതും അവർ കൊണ്ടുപോകുന്നതും. അതിൻ്റെ 33-ാം അധ്യായം 50 അള്ളായുടെ വചനമാണ്, അതായത് ഖുറാനിലെ വചനമാണ്. 33-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. ഭാര്യമാരെ അപ്പോൾ ഒന്നൊന്നുമല്ല, ഒന്നിൽ കൂടുതലുണ്ട്. അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ നിന്റെ പിതൃവ്യൻ്റെ പുത്രിമാർ, നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ, നിന്റെ അമ്മാവൻ്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിയുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിയത്തിമാർ, ചേച്ചിമാർ, കസിൻസ്, ഈ ഒരു തരത്തിലുള്ള കുടുംബത്തിലുള്ള സ്ത്രീകൾ, അപ്പൻ്റെയോ അമ്മയുടെയോ കുടുംബത്തിലുള്ള സ്ത്രീകൾ, അത് ആരുടെയെങ്കിലും ഭാര്യമാരാണെങ്കിലും ഭാര്യ അല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല, അവരെയും നിനക്ക് വിവാഹം ചെയ്യാൻ അനുവാദം തന്നിട്ടുണ്ട്. ഇനി സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ ധാർമ്മിക മൂല്യം ഉയർത്തിക്കാണിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ഇത്രയും ഉയർത്തി കാണിക്കാനുള്ള ചനുക്കൂറ്റൊന്നും ക്രിസ്ത്യാനിറ്റിക്കില്ല. കാരണം ക്രിസ്ത്യാനിറ്റി ഇങ്ങനെയല്ല ജീവിക്കുന്നത്. അവരുടെ ദൈവമായ യേശുക്രിസ്തു അവർക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല. പ്രവാചകനും കൊടുത്തിട്ടില്ല, സാധാ വിശ്വാസിയും കൊടുത്തിട്ടില്ല, പുരോഹിതനും കൊടുത്തിട്ടില്ല. അഥവാ ഏതെങ്കിലും രാജാക്കന്മാർ ഒന്നിലധികം വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അതിനുള്ള പണിഷ്മെൻറ്റ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരിനി വരില്ല, ചങ്കൂറ്റമില്ലെന്ന് പറഞ്ഞത് നിങ്ങളുടെ തോന്നലാണ്. വരും. അവരുടെ ദൈവം അടിക്കുന്ന ദൈവം കൂടെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ. തൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ അവനെ തല്ലുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ ആരെങ്കിലും ബൈബിളിൽ വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവനെ ദൈവം വിധിക്കേണ്ടതുപോലെ വിധിക്കുകയും ചെയ്യും എന്നുള്ളതും സത്യമാണ്. അല്ലാതെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇങ്ങനെ ഒരുമാതിരി കൊണ്ടു നടക്കുന്ന ഒരു പരിപാടി, അത് ബൈബിളിൻ്റെ ധാർമ്മികതയല്ല. ബൈബിളിൻ്റെ ധാർമ്മികത എന്താണ് എന്ന് അറിയിക്കാൻ ഇപ്പോൾ വായിച്ച ആയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ബൈബിളിലുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ബൈബിളിൽ ധാർമ്മികത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങളത് കേട്ടിട്ടില്ല, നിങ്ങളത് കണ്ടിട്ടില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ഹാർട്ട് അറിഞ്ഞവർ, അവർക്ക് ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്, യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ ഇടത്തോടു കൂടെ തന്നെ ഇതാ നിങ്ങൾ വെല്ലുവിളിച്ച വെല്ലുവിളിക്ക് ബൈബിളിൽ നിന്ന് അതിൻ്റെ ഉത്തരം തരാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലെ വചനമാണ് ഞാൻ അതിനായി നിങ്ങൾക്കെടുക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടിയും തട്ടിക്കൊണ്ടുവരാൻ അവകാശം വയ്ക്കും. കാരണം ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ നബിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഇത് മോശയ്ക്ക് കൊടുത്ത നിയമമാണ്. മോശയോട് ദൈവം സംസാരിച്ചതാ, ഞങ്ങളുടെ യഹോവ സംസാരിച്ചതാ. അപ്പോൾ ഈ മോശയാണ് നിങ്ങളുടെ മൂസ പ്രവാചകനെന്ന് പറയുകയാണെങ്കിൽ തെറ്റിപ്പോയി. കാരണം ഈ ബൈബിളിലെ മോശയ്ക്ക് വെളിപ്പെട്ട യഹോവയായ ദൈവം കൊടുക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഈ ധാർമ്മിക മൂല്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞ ഉയർത്തിക്കാണിച്ച മൂല്യഗ്രന്ഥത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ധാർമ്മിക മൂല്യമുള്ള ഗ്രന്ഥത്തിലെ പരിശുദ്ധനായ അത്യുന്നതനായ യഹോവ താൻ വിളിച്ചു വരുത്തിയ മോശയോട് കൊടുത്ത വചനങ്ങൾ, ലേവ്യ പുസ്തകം 18-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കണം. നിങ്ങളിൽ ആരും തൻ്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത്, ഞാനാണ് കർത്താവ്. നിങ്ങളിൽ ആരും തൻ്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത്, ഞാൻ ദൈവമാണ്, ഞാൻ നിന്നെ ശിക്ഷിക്കും. അന്നേരമാണ് ഇവിടെ മൂല്യം ഉയർത്തിക്കാണിച്ച് തൻ്റെ ഇടത്തോലെ വെല്ലുവിളിച്ച ആ കിതാബിനകത്ത് അപ്പൻ്റെ പെങ്ങളെയും ഇളയപ്പൻ്റെ മക്കളെയും
ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ നീ ഭാര്യമാരായി എടുത്തോ എന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ ധാർമ്മികതയുടെ ഏത് സൈഡിൽ വരും നിങ്ങൾ ഉയർത്തി കാണിക്കുന്നതിൻ്റെ ധാർമ്മികത? നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് നോക്കൂ, വിശുദ്ധ ബൈബിൾ നോക്കൂ. ബൈബിളിൽ വ്യക്തമായി പറയുന്നു, നിങ്ങളിൽ ആരും തന്നെ തൻ്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത്, ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. 7-ാമത്തെ വാക്യം നോക്കൂ, നിന്റെ മാതാവിൻ്റെ നഗ്നത അനാവൃതമാക്കി നിന്റെ പിതാവിനെ അപമാനിക്കരുത്, അവൾ നിന്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ പിതാവിൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്, അത് നിന്റെ പിതാവിൻ്റെ തന്നെ നഗ്നതയാണ്. അടുത്ത വചനം, നിന്റെ സഹോദരിയുടെ നിന്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പുത്രിയുടെ, അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ, നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ മകൻ്റെ മകളുടെയോ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്, കാരണം അവരുടെ നഗ്നത നിന്റെ തന്നെ നഗ്നതയാണ്. അടുത്ത വചനം, നിന്റെ പിതാവിൻ്റെ ഭാര്യയിൽ അവന് ജനിച്ച മക്കൾ നിന്റെ സഹോദരിയാണ്, നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. അടുത്ത വചനം, നിന്റെ പിതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്, അവൾ നിന്റെ പിതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ്. നിന്റെ മാതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്, അവൾ നിന്റെ മാതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ്. ഇത് ബൈബിൾ ധാർമ്മികമായി ഉയർത്തുമ്പോൾ ഇവിടെ നിന്നോടൊപ്പം സ്വദേശം വിട്ടു പോന്നവരായ നിന്റെ പിതൃവ്യൻ്റെ പുത്രിമാർ, നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ, നിന്റെ അമ്മാവൻ്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിയുടെ പുത്രിമാർ എന്നിവരെയും നീ വിവാഹം ചെയ്ത് നഗ്നത അനാവൃതമാക്കിക്കോ എന്ന് ഖുറൈശികളുടെ ഗോത്രദൈവം പറയുമ്പോൾ അതിലെന്ത് ധാർമ്മികതയുണ്ട്? യഹോവയായ, ഈ ലോകത്തെ സൃഷ്ടിച്ച യഹോവയായ ദൈവം പറയുന്ന ഈ ധാർമ്മികതയിൽ എത്ര അർത്ഥമുണ്ട്? ഇത് കൊടുത്തത് 6-ാം നൂറ്റാണ്ടിലല്ല കേട്ടോ, നൂറ്റാണ്ടുകൾ അതിൻ്റെയും പുറകിലാണ്, നൂറ്റാണ്ടുകളിലാണ്. ആദിമ കാലഘട്ടത്താണ് ഈ കൽപ്പനകൾ കൊടുക്കുമ്പോൾ ബൈബിൾ അല്ലയോ ധാർമ്മികതയിൽ ഏറ്റവും കൂടുതൽ ഒരു കുടുംബ ബന്ധത്തിൽ ആരെ എങ്ങനെ കൊണ്ട് നടക്കണമെന്ന് പഠിപ്പിച്ചത്? അതിനെ ഓപ്പോസിറ്റ് തരത്തിൽ ആയിക്കഴിഞ്ഞാൽ ദൈവം അടിക്കുമെന്ന് പറയുന്ന ഭാഗമല്ലേ ഇത്? അപ്പോൾ ധാർമ്മികതയ്ക്ക് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കാൻ യോഗ്യമായ ഒരു ടെക്സ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രന്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത് വിശുദ്ധ ബൈബിളാണെന്ന് ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൻ്റെ ശിഷ്യർ മരണം വരെയും പറയും. കാരണം ബൈബിളിൻ്റെ വചനങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ, യഹോവയുടെ വചനങ്ങൾ, അത് മാറ്റാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റത്തില്ല. ഇവിടെ ഞങ്ങൾ മനുഷ്യരുടെ വചനങ്ങളല്ല പറയുന്നത്, ദൈവവചനങ്ങളാണ് പറയുന്നത്. താഴോട്ട് വന്ന് നോക്കിക്കൊള്ളുക. നിന്റെ പിതൃ സഹോദരനെ അവൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത്, അവൾ നിന്റെ ചാർച്ചക്കാരിയാണ്. നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്, കാരണം അവൾ നിന്റെ പുത്രൻ്റെ ഭാര്യയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്, അത് നിന്റെ സഹോദരൻ്റെ നഗ്നതയാണ്. ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത്, അവളുടെ പുത്രൻ്റെയോ പുത്രിയുടെയോ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. ഇത് ബൈബിളിലെ ധാർമ്മികത. അപ്പോൾ പിന്നെ ഈ ഒരു ഭാര്യയെയും അവരുടെ പ്രായം തികയാത്തൊരു മോളെയൊക്കെ കല്യാണം കഴിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഏത് ധാർമ്മികതയാണ് ഉൾക്കൊള്ളുന്നത്? ഇത് പറയാൻ നമുക്ക് പോലും ഒരു ലജ്ജയുണ്ടാകുന്നു കേട്ടോ. 17-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത്, അവളുടെ പുത്രൻ്റെയോ പുത്രിയുടെയോ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്, അവർ അവളുടെ അടുത്ത ചാർച്ചക്കാരികളാണ്, അത് അധർമ്മമാണ്. അതിനകത്ത് മൂല്യമെന്ന് പറയുന്ന ഒരു സംഭവമില്ല, അധർമ്മമാണ്. ഇത് ബൈബിളിലെ വചനമാണ് നമ്മൾ കേട്ടത്. ഇനി ഖുറാനിലെ വചനം നിങ്ങൾ നോക്കാം. ഖുറാൻ സൂറ 33:50. നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ നിന്റെ പിതൃവ്യൻ്റെ പുത്രിമാർ, നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ, നിന്റെ അമ്മാവൻ്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിയുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ്
മുഹമ്മദിനെ സംബന്ധിച്ച് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം. അവരുടെ അനുയായികൾക്കും ഇതുപോലെയൊക്കെ ആകാമായിരിക്കാം. അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് അവരുടെ മതഗ്രന്ഥം അവരെ പഠിപ്പിക്കുന്നു, അവരതനുസരിച്ച് ചെയ്യുന്നു. അതുകൊണ്ട് ധാർമ്മികത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സൂറ 33:50 ധാർമ്മികത എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരൂ. അപ്പോൾ ആധികാരികമായി കുറച്ചുകൂടെ പഠിപ്പിച്ചു തരാം. ഇനിയും ബൈബിളിൻ്റെ ധാർമ്മിക മൂല്യം എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഒരു വചനം കൂടെ കൊണ്ട് ഞാനത് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് യേശുക്രിസ്തു പറഞ്ഞെന്ന വചനമാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതായത് യേശുക്രിസ്തു നമ്മളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ അവന് ന്യായവിധിയുണ്ട്, അവന് ശിക്ഷയുണ്ട്. അപ്പോൾ അത് പഴയ നിയമകാലത്തുള്ള നിയമം. എന്നാൽ യേശുക്രിസ്തു വന്നിട്ട് അതിനെ പുതുക്കി, കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി. നിന്റെ ഹാർട്ടിൽ ഒരു സ്ത്രീയുമായി നീ ആസക്തിയോടുകൂടെ നോക്കിയാൽ വ്യഭിചാരം ചെയ്തത് പാപത്തിന് തുല്യമാണ്. ആ പാപത്തിന് കിട്ടുന്ന അതേ ശിക്ഷ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത നിനക്ക് കിട്ടും. ഇത് പറയുന്നത് യേശുവാണ്. ആയതുകൊണ്ട് നിന്റെ വലത് കണ്ണോ നിന്റെ ഇടത് കണ്ണോ നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവമോ ഇതുപോലെ പാപം ചെയ്യാൻ, പ്രത്യേകിച്ച് വ്യഭിചാര ആസക്തികൾ പോലുള്ള പാപം ചെയ്യാൻ ഇടയായി തീർന്നെങ്കിൽ നീ ആ ഒരു കാര്യത്തിനായി നിന്റെ ശരീരം ഉപയോഗിക്കരുത്. നീ അതിനെ വെട്ടിമുറിച്ച് മാറ്റുക. അതിനുവേണ്ടി നീ ഇനി ശരീരം ഉപയോഗിക്കരുത്. പകരം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ശരീരത്തെ നീ വിശുദ്ധീകരിക്കുക എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. ബൈബിളിൻ്റെ ധാർമ്മികത കണ്ടോ? ബൈബിളിൻ്റെ ധാർമ്മികത കണ്ടോ? അല്ലാതെ ഹൃദയത്തിൽ നീ ആഗ്രഹിച്ച് പോയി സുഖിച്ചു കൊള്ളുക എന്നല്ല ബൈബിൾ പറയുന്നത്. നീ അതിനെ പ്രതി ഇരുന്ന് സന്തോഷിക്കുക എന്നല്ല ബൈബിൾ പറയുന്നത്. അത് പാപമാണെന്ന് ബൈബിൾ പറയുകയാണ്. ആ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. ശിക്ഷാവിധിയിൽ പെട്ടുപോകാതിരിക്കാൻ നിന്റെ അവയവങ്ങളെ നീ ഇനി അതിനേക്ക് വിട്ടുകൊടുക്കരുത്. ഇനിയും ബൈബിളിന് ധാർമ്മികതയുണ്ട്. ഞാൻ പറഞ്ഞു തരാം. വിശുദ്ധ പത്രോസ് ലീഹയ്ക്ക് എഴുതിയ ലേഖനങ്ങളിലുള്ളതാണ്. ഭാര്യയെ കൊണ്ടു നടക്കേണ്ട വിധം എന്താണെന്നാണ് ബൈബിളിൽ പറഞ്ഞു തരുന്നത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ആദ്യം സ്ത്രീക്ക് കൊടുക്കുന്ന അഡ്വൈസാണ് കേട്ടോ. കർത്താവായ ദൈവത്തിന് കൊടുക്കുന്ന അതുപോലെ തന്നെ വിധേയപ്പെട്ട് ഭർത്താക്കന്മാരോടൊപ്പം ആയിരിക്കണം. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ഭാര്യയുടെ ശിരസ്സാണ്. ഇനി ഭർത്താക്കന്മാരോട് പറയുകയാണ്, ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ പറഞ്ഞു തരുന്നത് ബൈബിളിൽ ധാർമ്മികതയാണ്. ഒരു ഭാര്യയോട് കാണിക്കേണ്ട ധാർമ്മിക, കുടുംബത്തിലെ സഹോദരിമാരോട്, സ്ത്രീകളോട് കാണിക്കേണ്ടത്, അന്യ വ്യക്തികളോട് കാണിക്കേണ്ടത്, ഹൃദയത്തിൽ പോലും. ഇത് ബൈബിളിൻ്റെ ധാർമ്മികതയാണ്. അല്ലാതെ ഇനി വരാൻ പോകുന്ന, ഇനി അള്ളാഹയുടെ വചനങ്ങളിലും മുഹമ്മദിൻ്റെ വചനത്തിൽ നിന്ന് വരാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ബൈബിളിനെ ശ്രദ്ധിക്കാൻ. ഇനി ഇവിടുന്ന് ഈ ഭാര്യ ഭർത്ത് ലൈഫിൽ നിന്ന് അള്ളാഹയുടെ വചനങ്ങളും മുഹമ്മദിൻ്റെ വചനങ്ങളും എന്താണെന്ന് ഇനി അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ധാർമ്മികത കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. സുനനു തിർമിദി ഹദീസിലെ 2287 നമ്പറിലെ അവരുടെ വാക്യം സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കണം. അബു മൂസയിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, എല്ലാ കണ്ണുകളും വ്യഭിചരിക്കുന്നതാണ്. ഒരു സ്ത്രീ സുഗന്ധം പൂശി സദസ്സിൻ്റെ മുന്നിലൂടെ നടന്നു പോയാൽ അവളും അങ്ങനെയായിരിക്കും, അഥവാ വ്യഭിചാരിണിയായിരിക്കും. അതായത് സ്ത്രീക്ക് കൊടുക്കുന്ന സ്ഥാനം, ഒരു ഭാര്യയോ ഭർത്താവും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഭാര്യ സുഗന്ധ പൂശി പുറത്തിറങ്ങിയാണ് ഭർത്താവിൻ്റെ കൂടെ നടക്കുന്നതെങ്കിൽ അവളെ വിളിക്കുന്നത് വ്യഭിചാരിണി എന്നാണ്. ഇതെൻ്റെ അല്ല, സുനനു തിർമിദി ഹദീസ് നമ്പർ 2787 വാക്യമാണ്. അബുമൂസയിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, എല്ലാ കണ്ണുകളും വ്യഭിചരിക്കുന്നതാണ്. ഒരു സ്ത്രീ സുഗന്ധം പൂശി സദസ്സിൻ്റെ മുന്നിലൂടെ നടന്നു പോയാൽ അവളും അങ്ങനെയായിരിക്കും, അഥവാ വ്യഭിചാരിണി. അപ്പോൾ സ്ത്രീക്ക് കൊടുക്കുന്ന മൂല്യം കണ്ടോ? പുരുഷൻ അവൻ്റെ ശരീരം പോലെ സ്നേഹിക്കണം. ഇവിടെ ഇച്ചിരി ഒന്ന് സ്പ്രേ അടിച്ച് അത്രോ ഊതൊക്കെ പൂശി ഒരു സുഗന്ധ ലേപനം അടിച്ചു പൊക്കഴിഞ്ഞാൽ അവളെ വിളിക്കുന്നത് വ്യഭിചാരിണി. അങ്ങനെ കരുതിക്കൊള്ളണം, അതാണ് പറയുന്നത്. ഇനി അടുത്തൊരു
വീണ്ടും സുനനു തിരുമതി ഹദീസ് നമ്പർ 2825 അബ്ദുല്ലാഹിബിന് ഉമറിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, 3 കാര്യങ്ങളിലാണ് ദുശ്ശകുനമുള്ളത്. സ്ത്രീ, വീട്, വാഹനം തുടങ്ങിയവയാണിവ. അതായത് 3 കാര്യങ്ങളിൽ ദുശകുനമാണ്. അതിനകത്ത് സ്ത്രീ ദുശകുനമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ ഇവരുടെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ദുശകുനമാണ്. അപ്പോൾ അവരുടെ മൊറാലിറ്റി എന്താണെന്ന്, അവരുടെ ധാർമ്മികത എന്താണെന്നുള്ളത് രണ്ടാമത് നോക്കണം. ഇനിയും അടുത്തത് പറഞ്ഞു തരാം. സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 1202 ആ ആയത്തിനകത്ത്, ആ വചനത്തിനകത്ത് ഇബ്നു ഉമർ പറയുന്നു, കുതിര, സ്ത്രീ, വീട് ഇവ 3ലുമാണ് ദുശകുനമെന്ന് തിരുമേനി അരുളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മുഹമ്മദ് പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന്. ഇബ്നു ഉമർ പറയുന്നത് കുതിര, സ്ത്രീ, വീട് ഇവ 3ലും ദുശകുനമാണ്. അപ്പോൾ ഒരു സ്ത്രീയെ കണ്ടിട്ട് പോയിക്കഴിഞ്ഞാൽ ദുശകുനമാണ്, ഭാര്യയെ കണ്ടിട്ട് പോയിക്കഴിഞ്ഞാൽ ദുശകുനമാണ്. ധാർമ്മികത ശ്രദ്ധിക്കണം. അപ്പോൾ ധാർമ്മികത, ബൈബിളിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ ആരും വരുത്തില്ല, ചങ്കൂറ്റമില്ലെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? എനിക്കറിയാൻ മേലെ ചോദിക്കുമോ, ഇതൊക്കെ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? ഒരു സ്ത്രീ സുഗന്ധം പൂശി വന്നാൽ അവൾ വ്യഭിചാരിണി, ഒരു സ്ത്രീ ഫ്രണ്ടിൽ വന്നാൽ അവൾ ദുശകുനം. ഇതൊക്കെ എന്ത് മൊറാലിറ്റിയാണ് ഇതിനകത്തുള്ളത്? ഇതിനകത്ത് എന്ത് ധാർമ്മികതയാണുള്ളത്? ഇനിയുണ്ട്, പോകലെ ഇനിയുണ്ട്. ഒരു സ്ത്രീയുടെ സ്ഥാനം എന്താണ്? കഴുതയ്ക്കും നായയ്ക്കും ഒപ്പമാണ് ഒരു സ്ത്രീയുടെ സ്ഥാനം. ഇവരുടെ അടുത്ത ഒരു ഹദീസിൽ പറയുന്നത് ഒരു സ്ത്രീയുടെ സ്ഥാനം എന്ന് പറയുന്നത് കഴുതയ്ക്കും നായയുടെയും അടുത്തേ ഉള്ളൂ. കഴുതയും നായയും പോലെ സ്ത്രീയെ കൊണ്ട് നടന്നുകൊള്ളാം. സഹീഹു മുസ്ലിം ഹദീസ് നമ്പർ 258 അതിനകത്താണ് ഈ സ്ത്രീയുടെ സ്ഥാനം എവിടെയാണെന്ന് പറയുന്നത്. ആ വാക്യം കേൾക്കാം. അബ്ദുറിൽ നിന്ന് റസൂൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ അവന് മുമ്പിൽ ഒട്ടകക്കട്ടിലിൻ്റെ പിൻഭാഗത്തെ മരപ്പലക പോലുള്ളതുണ്ടെങ്കിൽ അതവന് മറയായി സ്വീകരിക്കാം. ഇനി വാഹന കൂടാരത്തിൻ്റെ പിൻഭാഗം പോലുള്ളതെങ്കിലും മുമ്പിൽ ഇല്ലെങ്കിലും കഴുതയും സ്ത്രീയും കറുത്ത നായയും അവൻ്റെ നമസ്കാരത്തിന് ഭംഗം ഉണ്ടാക്കാനിടയുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. അബ്ദുറിൽ നിന്ന് റസൂൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ അവന് മുമ്പിൽ ഒട്ടകക്കട്ടിലിൻ്റെ പിൻഭാഗത്തെ മരപ്പലക പോലുള്ളതുണ്ടെങ്കിൽ അതവന് മറയായി സ്വീകരിക്കാം. ഇനി വാഹന കൂടാരത്തിൻ്റെ പിൻഭാഗം പോലുള്ളതെങ്കിലും മുമ്പിലില്ലെങ്കിൽ കഴുതയും സ്ത്രീയും കറുത്ത നായയും അവൻ്റെ നമസ്കാരത്തിന് ഭംഗമുണ്ടാക്കാനിടയുണ്ട്. ഞാൻ ചോദിച്ചു, അല്ലയോ അബ്ദുർ, കറുത്ത നായയ്ക്ക് മഞ്ഞയും ചെമപ്പും നായയിൽ നിന്ന് എന്തന്തരമാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, സഹോദരപുത്ര, നീ എന്നോട് ചോദിച്ചതുപോലെ ഞാനും റസൂലിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കറുത്ത നായ പിശാചാണ്. ആയിഷ പറയുന്നു, ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്ത് നിങ്ങൾ ഞങ്ങളെ നായ്ക്കളോടും കഴുതകളോടും തുല്യപ്പെടുത്തുകയോ? സംഭവം ഇതാണ്. ഏതെങ്കിലും ഒരു വ്യക്തി നിസ്കരിക്കാൻ വേണ്ടി മുട്ടുകുത്തുമ്പോൾ അവർക്ക് ഫ്രണ്ടിൽ ഒരു മറ ഉണ്ടാകണം. ഒന്നുകിൽ ഒരു വാഹനത്തിൻ്റെ മറയോ എന്തെങ്കിലും ഒരു മറ ഉണ്ടാകണം. ഈ മറയില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയോ നായയോ കഴുതയോ വന്നു കഴിഞ്ഞാൽ നമസ്കാരത്തിന് ഭംഗം ഉണ്ടാകും. അതുകൊണ്ട് കഴുതയും നായയ്ക്കും അതേ സ്ഥാനം തന്നെയാണ് അവരുടെ സ്ത്രീകൾക്കും കൊടുത്തിട്ടുള്ളത്. ആയതുകൊണ്ട് തിരുമേനിയോട് ചോദിച്ചു എന്ന്, എന്തുകൊണ്ടാണ് മഞ്ഞ നായയും ചുമപ്പ് നായയും വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രശ്നമില്ലേ, കറുത്ത നായയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം? അന്നേരം പറഞ്ഞു, കറുത്ത നായ പിശാചാണ്. കറുത്ത നായ പിശാചാണെങ്കിൽ സ്ത്രീ ഏതാണ്? കറുത്ത നായ പിശാചാണെങ്കിൽ സ്ത്രീ ഏതാണ്? പറഞ്ഞത് കഴുത, സ്ത്രീ, കറുത്ത നായ. ഇത് വന്നു കഴിഞ്ഞാൽ നിന്റെ നിസ്കാരത്തിന് ഭംഗം ഉണ്ടാകും. അപ്പോൾ നിസ്കാരത്തിന് ഭംഗം ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും ഒരു മറ നിങ്ങളുടെ ഫ്രണ്ടിൽ വേണം. അന്നേരമാണ് ഈ പുള്ളി ചോദിക്കുന്നു, അബ്ദുർ ചോദിച്ചു, അല്ലേ ഈ മഞ്ഞ നായയോ ചെമപ്പ് നായയിൽ നിന്നും എന്താണ് വ്യത്യാസമായി കറുത്ത നായക്കുള്ളത്? അന്നേരം പ്രവാചകനോട് പറഞ്ഞത്, കറുത്ത നായ എന്ന് പറയുന്നത് പിശാചാണ്. അപ്പോൾ പിശാച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരത്തിന് ഭംഗമുണ്ടാക്കി കളയും. അപ്പോൾ നോക്കണമേ, കറുത്ത നായ പിശാചാണെങ്കിൽ വരുന്ന സ്ത്രീയും പിശാചാണ്, വരുന്ന കഴുതയും പിശാചാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഇവർ കൊടുത്തിട്ടുള്ള സ്ഥാനം എവിടെയാണ്? കറുത്ത നായയുടെ, അല്ലാതെ പിശാചിൻ്റെ സ്ഥാനത്താണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കിനി ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിക്ക് ധൈര്യമുണ്ട് വിളിച്ച് പറയാൻ. ധൈര്യത്തോടെയാണ് പറയുന്നത്, കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യന്മാരെ അവരുടെ വേദഗ്രന്ഥത്തെയും അടച്ചാക്ഷേപിക്കരുത്. അതിനകത്ത് ജീവനുണ്ട്.
ദൈവവചനമാണത്. അതിനകത്ത് ധാർമ്മികതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരുപക്ഷെ നിങ്ങൾ കാണാത്തതാകാം, നിങ്ങൾ കണ്ടിട്ടില്ലാത്തതാകാം. അതുകൊണ്ടാണ് പ്രിയ സ്നേഹിത ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് സഹീഹു മുസ്ലിം ഹദീസ് നമ്പർ 258 സഹീഹു മുസ്ലിമിലെ ഹദീസ് നമ്പർ 258 സംഭവമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയും കൂടുതൽ തരാം. ഇനി പറയുന്നത് ഒരുവിധം മാന്യമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് അത്ര ദഹിക്കുന്നതല്ല. അത് ഏത് സമൂഹത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും ഭാര്യയും കുഞ്ഞുങ്ങളും മക്കളും കുടുംബ ബന്ധത്തിൽ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് അത്ര അങ്ങോട്ട് സുഖിക്കുന്നതല്ല ഇനി പറയുന്ന ഒരു വചനം. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ആ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്നോട് ദയവായി കേൾക്കുന്നവർ ക്ഷമിച്ചാലും. പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്യാം എന്നുള്ള ഒരു നിയമമുണ്ട്, എന്നുള്ള ഒരു കൽപ്പനയും കൊടുത്തിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കുക, വിവാഹത്തിൽ ഏർപ്പെടുന്ന കക്ഷികൾ സ്ഥിരബുദ്ധിയുള്ളവരും പ്രായപൂർത്തി എത്തിയവരുമായിരിക്കണം. എന്നാൽ സ്ഥിരബുദ്ധിയില്ലാത്തവരുടെയും പ്രായപൂർത്തി എത്താത്തവരുടെയും കാര്യത്തിൽ അവരുടെ രക്ഷകർത്താക്കൾ മുഖേന നടത്തുന്ന വിവാഹം സാധുവായിരിക്കും. പ്രായപൂർത്തി എന്നാൽ പ്രത്യുൽപാദന ശേഷി കൈവരിക്കുക എന്നതാണ്. മുസ്ലിം നിയമപ്രകാരം പ്രത്യുൽപാദന ശേഷി കൈവരിച്ച ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അവർക്കിഷ്ടമുള്ള ആളുമായി വിവാഹ കരാറിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പ്രായപൂർത്തി എത്താത്ത ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് വേണ്ടി അവരുടെ രക്ഷകർത്താവിന് വിവാഹ കരാർ ഉണ്ടാക്കാം. ഈ ഒരു സംഭവം ശ്രദ്ധിച്ചേ. പ്രായപൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യുൽപാദന ശേഷി, കുഞ്ഞുങ്ങളെ സന്താനോൽപാദനത്തിന് പ്രായമാകുന്ന ഒരു സ്ത്രീയുടെ ശരീരം ഒരു പെൺകുട്ടി ധരിക്കുമ്പോൾ അവളെ വിവാഹത്തിന് വിട്ടുകൊടുക്കാം. അതാണ്. അതിന് 8 വയസ്സാണെങ്കിലും 6 വയസ്സാണെങ്കിലും 3 വയസ്സാണെങ്കിലും 12 വയസ്സാണെങ്കിലും 10 വയസ്സാണെങ്കിലും 9 വയസ്സാണെങ്കിലും വിട്ടുകൊടുക്കാം. സ്ഥിരബുദ്ധിയില്ലാത്ത കൊച്ചാണ്, സ്ഥിരബുദ്ധിയില്ല, അതിങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അതിങ്ങനെ ചാടിയും കളിച്ചും ഈ ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കളി എന്താ? കുഞ്ഞുങ്ങളെ തരമായിരിക്കും 8 വയസ്സും 3 വയസ്സും 5 വയസ്സും ഒക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഇതിനൊക്കെ സ്ഥിരബുദ്ധിയില്ലാത്തതാണ്. ഈ സ്ഥിരബുദ്ധിയില്ലാത്തതിനെ കല്യാണം കഴിപ്പിക്കണമെങ്കിൽ അതിന് പ്രത്യുൽപാദന ശേഷി ഇല്ലെങ്കിലും, പ്രത്യുൽപാദന ശേഷിയില്ല, അതായത് പ്രായപൂർത്തിയായില്ല, സന്താനോൽപാദനത്തിനുള്ളതായ ശക്തി ആ ശരീരത്തിലായില്ല, അത്രയും കുഞ്ഞാണ്. പക്ഷെ അതിനെയും വിവാഹം കഴിപ്പിക്കാം. അതിനെന്ത് ചെയ്യണം? അവരുടെ മാതാപിതാക്കളുടെ ലെറ്റർ മതി. മാതാപിതാക്കൾ സമ്മതം മൂളിയാൽ ഈ കൊച്ചു കുഞ്ഞിനെയും വിവാഹം കഴിപ്പിക്കാനുള്ളതായ അനുമതി, അവകാശവും അധികാരവും നിയമവും ഒക്കെ ഇവർക്കുണ്ട്. ഇത് ഏത് ധാർമ്മികതയാണെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ സംഭവം അത് മുസ്ലിം വ്യക്തി നിയമ സംഹിത അതിൻ്റെ പേജ് 63-64 MM അലിയാർ MA LLB കേരള ഹൈക്കോടതി അഡ്വക്കേറ്റാണ്. അമാൻ ബുക്സ് കോഴിക്കോട് ഇറക്കിയ ബുക്സിനകത്ത് മുസ്ലിം വ്യക്തി നിയമ സംഹിത 63-64 പേജിനകത്തുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എഴുതിയത്. വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെയും അവസ്ഥകൾ എഴുതിയത്. അതുകൊണ്ട് ഈ നിയമം ഇങ്ങനെ കേൾക്കുമ്പോൾ 6 വയസ്സുകാരി ആയിഷയെ കല്യാണം കഴിച്ച കാര്യമൊക്കെ നാട് നീളെ പാട്ടാണ്. നിരീശ്വരവാദികളും ഇവരുമായി സംവാദത്തിലേർപ്പെടുന്ന അനേകരും ആയിഷയെക്കുറിച്ച് പറയാത്ത ഒരു പ്രസ്താവന പോലുമില്ല. 6 വയസ്സുള്ള കൊച്ചുകുഞ്ഞ്, അതായത് ഒരു 1ാം ക്ലാസ്സിലോ ഒക്കെ ചേർക്കുന്ന പ്രായം. നമ്മുടെയൊക്കെ നാട്ടിൽ പറഞ്ഞാൽ നേരെ വൃത്തിക്ക് നടക്കാൻ പറ്റാത്ത ഒരു ത്രാണിയില്ലാത്തൊരു സംഭവം, സ്ഥിരബുദ്ധിയില്ലാത്തത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു സംഭവം പോലും ഈ ഒരു നിയമത്തിന് കീഴിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ച ഇതിൻ്റെ ധാർമ്മികത എന്താണെന്ന് ഒരല്പമെങ്കിലും മനുഷ്യത്വമുള്ളവർക്ക് മനസ്സിലാകും. ഇല്ലാത്തവരുടെ കാര്യം എനിക്കറിയില്ല. ഇനി ശ്രദ്ധിക്കുക, ആയിഷ പറയുന്നു, എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് തിരുമേനി എന്നെ വിവാഹം ചെയ്തത്. പിന്നീട് ഞങ്ങൾ മദീനയിലേക്ക് വന്നു. ബനൂൽ ഹരിസിബ്ന് ഖസ്റജ് ഗോത്രത്തിൽ താമസിച്ചു. മദീനയിലെ കാലാവസ്ഥ പിടിക്കാത്തതുകൊണ്ട് എനിക്ക് പനി പിടിച്ചു. എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞുപോയി. എൻ്റെ തലമുടി ചെവി വരെ മാത്രം അവശേഷിച്ചു. അങ്ങനെ ഒരിക്കൽ എൻ്റെ മാതാവ് ഉമ്മറുമാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ തോഴികളുമൊത്ത് ഊഞ്ഞാലാടുകയായിരുന്നു. മാതാവ് എന്നെ ഉച്ചത്തിൽ വിളിച്ചു. ഞാൻ അവരുടെ അടുക്കൽ ചെന്നു. അവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അവരെൻ്റെ കൈപിടിച്ച് ഒരു വീട്ടുവാതിൽക്കൽ കൊണ്ടുപോയി നിർത്തി. പരിഭ്രമം മൂലം എൻ്റെ ഉള്ളു വിങ്ങാൻ തുടങ്ങി. പിന്നെ അത് അടങ്ങി. അവർ അല്പം വെള്ളമെടുത്ത് എൻ്റെ മുഖത്തും തലയിലും തുടച്ചു. വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴതാ കുറേ അൻസാരി സ്ത്രീകൾ ആ വീട്ടിൽ സമ്മേളിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, നിനക്ക് ക്ഷേമവും സൗഭാഗ്യവും കൈവന്നിരിക്കുകയാണ്. നിനക്ക് ക്ഷേമവും സൗഭാഗ്യവും നേർന്നുകൊള്ളുന്നു. ശുഭലക്ഷണങ്ങളോടുകൂടെയാണ് നീ വന്നിരിക്കുന്നത്.
മാതാവ് എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവരെന്നെ ഒരുക്കി ചമയിപ്പിച്ചു. പൂർവാഗനത്തിൽ തിരുമേനി അതാ കടന്നു വരുന്നു. എനിക്കല്പം ഭയം തോന്നി. ആ സ്ത്രീകൾ എന്നെ തിരുമേനിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു പ്രായം. ഇത് സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 1547 ഭാഗമാണ്. സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 1547 സംഭവം. 6 വയസ്സുകാരി ആയിഷ വിവാഹം കഴിച്ച് 9 വയസ്സായപ്പോൾ നബിക്ക് 9 വയസ്സുകാരിയെ സമർപ്പിച്ച സംഭവം ആ പുള്ളിക്കാരത്ത് തന്നെ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. അവർ പോയി താമസിച്ച സ്ഥലം, അവിടുത്തെ കാലാവസ്ഥ പിടിക്കാതെ പനി പിടിച്ചത്, അങ്ങനെയൊക്കെയുള്ള എല്ലാം ഒരു കൊച്ചു പെൺകുഞ്ഞ് 9 വയസ്സായ ഒരു പെൺകൊച്ചിനെ സമർപ്പിച്ചത് കുറച്ചുകൂടെ വലുതായപ്പോൾ അവർ ആ അനുഭവത്തിൽ നിന്ന് ഓർത്തെടുത്ത് പറയുകയാണ്. ഇത് സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 1547. മൂല്യങ്ങൾ. ഈ മൂല്യങ്ങൾ ഇനി ക്രിസ്ത്യാനിറ്റി വിളിച്ചു പറയാൻ അവർക്ക് തൻ്റെ ഇടമില്ല. ക്രിസ്തു മതത്തിൽ ഈ വിധം കുത്തഴിഞ്ഞ ജീവിത മാതൃകകളില്ല. ക്രിസ്ത്യാനിറ്റിയിൽ ദൈവഭയത്തോടുകൂടി ജീവിക്കുന്നതാണ്. ക്രിസ്ത്യാനിറ്റി ധാർമ്മിക മൂല്യങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. വിശുദ്ധ ബൈബിൾ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ ധാർമ്മികതയ്ക്ക് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. എനിക്ക് അത് പറഞ്ഞു തരാൻ അറിയാം. ഈ നിങ്ങളിലുള്ളത് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാനും അറിയാം. ഇത് മാറ്റി എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് മാറ്റി പ്രഘോഷിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നാൽ 2024 വർഷമായി പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം വിശുദ്ധ ബൈബിൾ, അതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രഘോഷിച്ചതിലെല്ലാം ധാർമ്മികതയുണ്ട്. ആരെങ്കിലും അതിനകത്ത് കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ, അധാർമിക ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തല്ലിയ ദൈവവും ഉണ്ട്. അതും ഞാൻ ഇക്കൂട്ടത്തിൽ പറയുകയാണ്. അവനെ തല്ലിയ ദൈവവും ഉണ്ട്, അതുമുണ്ട്. പക്ഷേ ഇവിടെ തല്ലാനുമില്ല, ഇവിടെ നേർവഴിക്ക് നയിക്കാനുമില്ല. തല്ലാനും നേർവഴിക്ക് നയിക്കാനുമില്ല എന്നുണ്ടെങ്കിൽ ഏത് വിധത്തിലും ഏത് തരത്തിലും പോകാം. കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഇനിയും അടുത്ത ഒരു സംഭവത്തിലേക്ക് ഞാൻ പോവുകയാണ്. 1-2 അള്ളായുടെ വചനങ്ങളിൽ നിന്ന്, അതായത് ഖുറാൻ്റെ വചനങ്ങളിൽ നിന്ന് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. ഞാൻ ഇത്രയും സമയം പറഞ്ഞത് ഹദീസുകളിൽ നിന്നാണ്, മുഹമ്മദിൻ്റെ വചനങ്ങളിൽ നിന്നാണ്. ഇനി അള്ളായുടെ വചനങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഖുറാൻ അധ്യായം 2 223 വാക്യം. അതിനകത്ത് സ്ത്രീയെ വർണ്ണിച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ കൃഷിസ്ഥലമായിട്ടാണ്. ആ വായത്ത് നോക്കുക. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്ത് ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വയ്ക്കണം. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, അറിയുക. നിങ്ങൾ അവനുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സത്യവിശ്വാസികളെ ശുഭവാർത്ത അറിയിക്കുക. ഈ ഒരു വചനത്തെ ഈ കുറേ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് സത്യമായിട്ടും എനിക്കിവിടെ ഈ യൂട്യൂബ് വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. അത്രമാത്രം അറപ്പോടുകൂടെ ആണ് അവർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ മൃഗങ്ങളെക്കാൾ തരം താഴ്ന്ന വിധത്തിലുള്ള ഉപയോഗ വസ്തുവായിട്ട് സ്ത്രീയെ കൊണ്ടു നടക്കാൻ. അത് ഭർത്താവിൻ്റെ കൃഷിസ്ഥലം, അവന് ഏത് വിധത്തിൽ വേണമെങ്കിലും അതിനെ കൃഷി ചെയ്യാം, ആരെ വിട്ടു വേണമെങ്കിലും കൃഷി ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ധാർമ്മികത നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നിപ്പോവും. അത്രമാത്രം മോശമാകുന്ന വിധത്തിലാണ് ഈ ആയത്തിനെ ഈ കൂട്ടർ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിലൊന്നും പറയുന്നില്ല. പക്ഷേ സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ കൃഷിസ്ഥലമാണ് ഈ ഖുറാനിൽ. എന്നാൽ ബൈബിളിൽ സ്ത്രീ സ്വന്തം ശരീരമാണ്, ഭർത്താവിൻ്റെ സ്വന്തം ശരീരമാണ്. നിങ്ങൾ രണ്ടുപേരും ഇനി ഒരു ശരീരമാണ്, നിങ്ങൾ ഇനി രണ്ടല്ല ഒന്നാണ് എന്നൊക്കെ യേശുക്രിസ്തുവും ആബാപിതാവും ഒക്കെ പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അന്നേരം ഇവിടെ വരുമ്പോൾ സ്ത്രീ കൃഷിസ്ഥലമാണ്, ഭർത്താവ് കൃഷിക്കാരന്. അവന് ഇഷ്ടമുള്ളതുപോലെ അവന് കൃഷി ചെയ്യാം. ബാക്കി നിങ്ങൾ ബുദ്ധിയോടുകൂടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഖുറാൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. ഖുറാൻ 4-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം. പുരുഷന്മാർ സ്ത്രീകളുടെ നാഥന്മാരാണ്. അള്ളാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റുള്ളവരെക്കാൾ കഴിവ് കൊടുത്തതിനാലും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നതിനാലുമാണിത്. അതിനാൽ സച്ചരിതരായ സ്ത്രീകൾ അനുസരണമുള്ള ശീലമുള്ളവരാണ്. പുരുഷന്മാരുടെ അഭാവത്തിൽ അള്ളാഹു സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടതെല്ലാം കാത്തുസൂക്ഷിക്കുന്നവരുമാണ്. എന്നാൽ ഏതെങ്കിലും സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശിക്കുന്നുവെങ്കിൽ അവരെ ഗുണദോഷിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അടിക്കുകയും ചെയ്യുക. അങ്ങനെ അവർ നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ അവർക്കെതിരായ നടപടികളൊന്നും എടുക്കരുത്. അത്യുന്നതനും മഹാനുമാണ് അള്ളാഹു.
അതായത് എന്തെങ്കിലും ഒരു തെറ്റൊരു സ്ത്രീ കാണിച്ചാൽ കിടപ്പറയിൽ നിന്ന് അകന്നിരിക്കണം, പിന്നെ അവളെ തല്ലിക്കൊള്ളണം. തല്ലെന്ന് പറഞ്ഞാൽ കൊടുത്തോളണം. അവളെ ജീവിതത്തിൽ ഇനി ആ പരിസരത്ത് ചെയ്യരുത്. തല്ലണം, തല്ലിക്കൊല്ലണം. അനുസരണക്കേട് കാണിക്കുന്നെങ്കിൽ ഗുണദോഷിച്ച് തല്ലണം. ഇതാണ് അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത്. ബൈബിളിൽ പറയുന്നത് നോക്കണേ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഗുണദോഷിക്കാം, പക്ഷെ അവളെ അടിച്ചു ഒതുക്കി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ, അപ്പോൾ സ്ത്രീയെ മർദ്ദിക്കാൻ, സ്ത്രീയെ അടിച്ചമർത്തി വയ്ക്കാൻ, അടിമയെപ്പോലെ കാണാൻ, കഴുതയെപ്പോലെ കാണാൻ, പിശാചിനെ പോലെ കാണാൻ ഒക്കെ പഠിപ്പിക്കുന്ന ഈ അവസ്ഥകളൊക്കെ എന്ത് പേരാണ് കൊടുക്കേണ്ടത്? എന്ത് മൂല്യമെന്നാണ് ഇതിനെ നമ്മൾ വിളിച്ചു കാണിക്കേണ്ടത്? ഈ മൂല്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരാൻ ക്രിസ്ത്യാനിറ്റിക്കിന് ചങ്കൂറ്റമില്ലെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നത്. ഇതിന് എന്ത് മൂല്യം എന്നാണ് പറയുന്നത്? ഇതിനെ എന്ത് പേരിട്ട് വിളിക്കും? ഇനി ഇതെല്ലാം പോട്ടെ, ഈ സ്ത്രീക്ക് അവസാനം കിട്ടുന്ന അന്ത്യവിധി എവിടെയാണ്? അവളുടെ അന്ത്യ റെസ്റ്റ് എവിടെയാണ്? അത് ഭൂരിപക്ഷം സ്ത്രീകളും നരകത്തിലാണ്. എല്ലാം പോട്ടെ, അവസാനം ഭൂരിപക്ഷം സ്ത്രീകളും നരകത്തിലാണ് പോകുന്നത്. സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 1812, സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 1812 ഈ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്, അവരുടെ അന്ത്യം. നിങ്ങൾ കേൾക്കണേ. ഉസാമ പറയുന്നു, തിരുമേനി അരുളി, ഞാൻ സ്വർഗകവാടത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പ്രവേശിച്ചവരിൽ ഭൂരിപക്ഷവും അഗതികളായിരുന്നു. സമ്പന്നരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ അല്ലാഹു തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നരകവാസികളെ നരകത്തിലേക്ക് അയക്കാൻ കൽപ്പനയായി. ഞാൻ നരക കവാടത്തിൽ ചെന്നു നിന്നു. നോക്കുമ്പോൾ അതിൽ പ്രവേശിക്കുന്നവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. അപ്പോൾ സമ്പന്നരെ അങ്ങോട്ട് കയറ്റിവിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, ഈ മുഹമ്മദിനെ, വലിയൊരു പണക്കാരി സ്ത്രീ മുഹമ്മദിനെ ദത്തെടുത്ത് വിവാഹം കഴിച്ചുവെന്ന് ഉള്ളത് സത്യമാണല്ലോ. അപ്പോൾ ആ സ്ത്രീയും നരകത്തിൽ തന്നെ ആയിരിക്കും, ഞാനങ്ങനെ കരുതുന്നു. ഈ വാക്യം വെച്ച് നോക്കുമ്പോൾ സമ്പത്തുള്ള സ്ത്രീകളെയൊക്കെ മാറ്റി നരകത്തിൽ വിട്ടു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നരകത്തിൽ പോയി. അപ്പോൾ മുഹമ്മദിനെ ദത്തെടുത്ത് ഭർത്താവായി വച്ചിരുന്ന പാവം ആ ബീവിയും നരകത്തിൽ തന്നെയാണോ അല്ലയോ? എൻ്റെ സംശയമാണ് കേട്ടോ അത്. ഈ ഇസ്ലാം മതത്തിലെ സ്ത്രീകളോടുള്ള ധാർമ്മികത നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ വിരുദ്ധതയുടെ കൂടാരമായിട്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് കാണാൻ സാധിച്ചു. ഇതാണ് വലിയ മൂല്യമെന്ന് പറയുന്ന താങ്കൾ മനസ്സിരുത്തി താങ്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഹദീസുകളിലും ഖുറാനിലെ ആയത്തുകളിലും ഒക്കെ പറയുന്ന ധാർമ്മികത, അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര ജീവിതങ്ങളാണ് നശിക്കുക, എത്ര ജീവിതങ്ങളാണ് സന്തോഷിക്കുക. എന്നാൽ ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ എന്ന് ചോദിച്ച വിശുദ്ധ ബൈബിളിലെ ഓരോ തിരുവചനങ്ങളും ഏതൊരു വിശ്വാസിക്കും പുതുജീവൻ നൽകുന്നതാണ്. ഏതൊരു സ്ത്രീക്കും അടിമയെന്നോ സ്വതന്ത്രയെന്നോ ഒന്നുമില്ല. ബൈബിളിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല. അവർ ക്രിസ്തുവിൽ ഒന്നാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് നിങ്ങൾ നോക്കണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 27, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിനെ ധരിച്ചവരിൽ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. ബൈബിൾ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നു. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും യേശുക്രിസ്തുവിൽ ഒന്നാണെന്ന് പഠിപ്പിക്കുമ്പോൾ ഇസ്ലാം മത വിശ്വാസിയായ ഈ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ പോകുന്നത്, ഏറ്റവും കൂടുതൽ നരക അവകാശികളാണെന്ന്, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ വിലയില്ലാതെ പിശാചിനെ പോലെ, കറുത്ത പട്ടിയെപ്പോലെ, കഴുതയെപ്പോലെ കാണുന്നത് ഏത് ഗ്രന്ഥമാണ്? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ധാർമ്മികത ബൈബിളിലാണോ അതോ ഇവർ പറയുന്ന ഈ ഗ്രന്ഥത്തിലാണോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.